ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ വീട്ടിലത്തെ ഒരു ചെറിയൊരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ്. എല്ലാ കൊല്ലവും ഒന്നെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലൊക്കെ ഓണപ്പരിപാടി ഉണ്ടാവും. ഇക്കൊല്ലം പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഞാനും ഡോക്ടറും ഉണ്ടായതുകൊണ്ട് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. ചോറുണ്ടാക്കണം, പിന്നെ അറിയണ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു പരിപാടി, ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ പിന്നെ കസിന് കുട്ടികളൊക്കെ വരും, പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനിരുന്ന് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താ കാട്ടണേ? എന്താ കാട്ടണേ? ഐഫാ ഇങ്ങോട്ട് നോക്ക്, ഫോണിൽ നോക്ക്. അയ്യോ മാറി കഴിയുമ്പോ തട്ടോ. അപ്പോൾ നമ്മളിത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചടിയാണ്. പച്ചടിക്ക് ബീട്രൂട്ട് പച്ചടി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോറ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ ആയിട്ട് നമ്മളിതാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സേമിയ പായസമാണ്. പിന്നെ ഏകദേശം നമ്മളിതാ കുറച്ച് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനിതാ പുളിഞ്ചി ഉണ്ടാക്കുകയാണ്. അമ്മ ഫോണിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കസിന് ഇതാ തേങ്ങ ഒക്കെ ചിരണ്ടി സഹായിച്ച് തരുന്നുണ്ട് അവിയൽക്കുള്ള. അങ്ങനെ നമ്മൾ അവിയലിൻ്റെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇതാ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പും കാര്യങ്ങളും തൈരൊക്കെ ചേർക്കാനൊക്കെ ഉണ്ട്. നമുക്കിനി അവിയൽക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയും പിന്നെ ഒരു 4-5 ചീരുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും ഒരു 4-5 പച്ചമുളകൊക്കെ ഇട്ട് അരച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് അരച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതുവരെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ചെറിയൊരു ഇതിൽ വേവിച്ചെടുത്താൽ മതി, വെന്തോടയരുത്. അങ്ങനെ തന്നെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. തൈരൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ അരിപ്പൊക്കെ റെഡിയാക്കി ഇതിൽ ഒഴിച്ചിട്ട് അവിയൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒന്നും ഉണ്ടാക്കാനില്ല, എല്ലാ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വായൻ്റെ ഇല കിട്ടിയിട്ടില്ല. അത് ഇനി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരണം. അവിടെ ഉണ്ടെങ്കിൽ കിട്ടിയ അല്ലെങ്കിൽ സാധാ പ്ലേറ്റിൽ ഇരുന്ന് തിന്നേണ്ടി വരും. പിന്നെ കുളിക്കണം. പിന്നെ സാരിയൊക്കെ വിൽക്കാൻ വിചാരിച്ചിട്ടുണ്ട്. സാരി ഇല്ല, ബ്ലൗസില്ല. ബ്ലൗസ് അപ്പുറത്തെ വീട്ടിലത്തെ ആ പെണ്ണ് തരാമെന്ന് പറഞ്ഞിനി. ഞാൻ പിന്നെ ചോദിച്ചു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ പോയി ചോദിച്ചു നോക്കണം. സാരി പിന്നെ ഒക്കെ കടം വാങ്ങിയതാ, അരിവാസി തരാമെന്ന് പറഞ്ഞിരിക്കണേ. ഒന്നും ഞാൻ ചോദിച്ചാൻ പോയിട്ടില്ല. ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് വാങ്ങിയേക്കാൻ വിചാരിച്ച്. പിന്നെ ഇപ്പം ഐഫയറിന് ഉറങ്ങുകയാണ്. ഓളെ പിന്നെ ഡെയിലി റൂട്ടീന് കൂടെ കഴിഞ്ഞാൽ ഓളുറങ്ങാം. പിന്നെ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ. പിന്നെ എല്ലാ റെസിപ്പി ഉണ്ടാക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ പായസവും അവിയലെടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ ഉണ്ടാക്കി, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിക്കണേ. അതൊന്നും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞതൊക്കെ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. ഇവിടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ഉമ്മ പാത്രം മുറാണ്, തട്ടിക്കൊട്ടാണ്. ഞാൻ ഒരു പണി എടുക്കൂലെന്നല്ലട്ടാ. പിന്നെ ഇവിടെ തുടച്ച് കഴിഞ്ഞു.
അടുക്കള വേണമെങ്കിൽ ഞാൻ തുടച്ചോളാം. ബക്കറ്റും കൊള്ളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ തുടച്ചോണ്ട്. ബ്ലൗസിന്റെ കാര്യം ഒന്ന് റെഡിയാക്കാനുണ്ട്. എനിക്കതൊന്ന് റെഡിയാക്കണം. വായൻ്റെ ഇല തെരഞ്ഞു പോവാണ്. നമ്മൾ തൊടുന്നാകെ രണ്ടല്ലല്ല, 2 വലിയ ഇലട്ടി ഇനി വേണം. അതിനങ്ങോട്ട് ഇങ്ങനെ പോലെ ഇതാരുടെ വായാവോ? അവിടെ ഒരു വായുണ്ട്. പൊരി വെയിലത്ത് വായൻ്റെ ഇലക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ പറിച്ചു. ഇവിടെ തോനെ വായുണ്ട്. ഈ പെരിയിൽ ആരെയും ഉണ്ടാവല്ലോ. ഇവിടെ തോനെ വായുണ്ട്. നമുക്കൊരു 2 കൂടെ കിട്ടിയാൽ മതി. ചോദിച്ചു നോക്കുവാ? ചോദിച്ചുവാ? ചോദിച്ചാൽ മതിയാടോ. വീട്ടിലത്തോരോടെ ചോദിച്ചു നോക്കാം. നമ്മളോട് എന്താ ഇവിടുന്ന് വെട്ടാൻ പറഞ്ഞു. അപ്പം എന്തായാലും പഴം പുഴുങ്ങിയത് നിങ്ങൾക്ക് ഓണല്ല? പ്രാവശ്യം ഓണല്ല? ഞങ്ങൾക്ക് ഇന്നലെ വരെ പൂടാൻ പറ്റില്ല. ഇന്നലെ ഒരാൾ മരിച്ചു. കഴിഞ്ഞ വർഷം ഒരാൾ മരിച്ചിട്ടേ ഇന്നലെ വരെ പൂടാൻ പറ്റില്ല. ഇന്ന് പോണുണ്ട്. അപ്പൊ ഇവർക്ക് പനിയായിട്ടേ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. തറവാട്ടിലാണ് ഓണം. അപ്പൊ അവിടുന്ന് വർഷം അറിയില്ലട്ടോ. ഹിന്ദുസിന്റെ എന്തെങ്കിലും ആണോ അറിയില്ല. പയം പിങ്ങിയ തന്നു. തൊലി തൊൽക്കാൻ വെച്ചിട്ടാ. ഞാൻ തൊലി തിന്നണില്ല. എൻ്റെ കയ്യിൽ വായൻ്റെ അപ്പൊ വായൻ്റെ ആവശ്യത്തിലേറെ കിട്ടി. എന്താ പറയണോടാ? ഐഫ് കുറുമ്പത്തി ഇലെടുക്കാൻ പോയി എന്തോ കടിച്ചാണ്. കൊതുകാണോ? ഇങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിക്കാനുണ്ട്. അപ്പം എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലയ്ക്ക് ഇട്ടിട്ട് നമുക്ക് ഇനി കഴിക്കണം. ചോറും പിന്നെ രസം, സാമ്പാർ, കാബേജ് ഉപ്പേരി, കൂട്ടാൻ്റെ പേരെന്താടി? മമ്പയറും പിന്നെന്താ മത്തനൊക്കെ ഇട്ട പയറാനി. പിന്നെ നമ്മളെ അവിയല്, പിന്നെ ബീട്രൂട്ടിന്റെ പച്ചടിയോ, പുളിഞ്ചി, അച്ചാർ, ഇതെന്താ പൈനാപ്പിൾ പച്ചടി, അച്ചാർ, ഇതാ പുളിഞ്ചി, ഇതാ പപ്പടതാ, പായസോടാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാരും പുറത്തിട്ട് പൂട്ടിട്ട് കാണുന്നത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അഭിമാന് ചോറ് കഴിഞ്ഞിക്കണല്ല. അതിനുണ്ട് കൊണ്ടറില്ല. അയാള് കീറാണ് ഐഫ.
അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സദ്യ. കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിയലാണെങ്കിൽ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്രയും കൊല്ലം സദ്യ കഴിച്ചില്ല. എനിക്കിഷ്ടമായത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ സദ്യയാണ്. പിന്നെ പോരാത്തതിന് നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഫുഡിന് അധികം ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് സദ്യ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ ചുറ്റിയിട്ടുണ്ട്. ഞാൻ ആകെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം ആകെ ഈ ഒരു സാരി ഉള്ളു. അപ്പം ഇനി കസിനും താത്താക്കൊക്കെ ഈ സാരി തന്നെ ചുറ്റുള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അതൊന്നും എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഐഫ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ മെറ്റലൊക്കെ വാരി കളിച്ചിട്ടുണ്ട്. അതിനെ വിടേ ഐഫ ഉണ്ടോക്കെ മാമനെ നോക്കേ. ഇതെന്താ ചെറിയിലൊക്കെ എന്താ ഇതൊക്കെ എന്താ എന്റെ മേത്തെടുക്കല്ല എന്താ ചെറിയിലാക്കിക്കണേ ഇവിടൊക്കെ എന്താ ഐഫ തലി മുണ്ടിട്ടോളിട്ടാ എന്താ പണി എന്താ പണി ഒറ്റക്ക് കളിച്ച പിന്നെ കുട്ടികളെ നമുക്ക് കസേര കളി കളിക്കല്ലേ മേമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ 4-5 സ്റ്റൂളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കസേര കളിയൊക്കെ കളിക്കുന്നുണ്ട്. ഉച്ചക്ക് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് അത് കളിക്കല്ലേ ഇത് കളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് കസേര കളിയൊക്കെ കളിക്കുകയാണ്. കസേര അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സ്റ്റൂള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ എങ്ങനെ കളിച്ച തോറ്റുകണിജി മാറിക്ക് മാറേ ഓല് കളിച്ചട്ടാ നല്ല അനീസ് ഒറ്റേ വിട്ടാ വിട്ടാ ചവിട്ടേ അടുത്ത റൗണ്ടില്ലേ പല്ല് പറ്റേ ഞാൻ പറഞ്ഞേ തോറ്റൊന്നും ഒലോളില്ലാന്ന്. ഇനി എന്തിനാ ആരും ജയിച്ചോക്കാ അവിടെ ഇരിക്ക എടുത്തുന്നോടി കൊഞ്ഞാടോ. ചെന്താട്ടണേ മറിക്ക എടുത്തക്കട്ടെ. ഇവിടെ ഒരാൾ ഒറ്റക്ക് കളിച്ചണ എല്ലാരും അവിടെ ഇരിക്കണ്ട്. ഇവള് മാത്രം ഇവിടെ വന്ന് കളിച്ചു. എന്ത് കളിയാവും. ഓക്കെ ഐഫ താത്തതാരപ്പം പോയി കളിച്ചോക്കാ ചെല്ല. എന്ത് താത്തതാരപ്പം കളിച്ചാ. അങ്ങനെ എല്ലാവരും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ടൈമായി. പിന്നെ കിടന്നുറങ്ങാനും ടൈമായിരുന്നു. അതിനെന്താ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഐഫൊക്കെ ഫുഡ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.